ദി ബുക്ക് ഓഫ് ട്രൂത്ത്. അവസാന കാലത്തേക്ക് വളരെയധികം ഉൾക്കാഴ്ച തരുന്ന 2 പുസ്തകങ്ങൾ ബൈബിളിലുണ്ട്. അത് ദാനിയേലിൻ്റെ പുസ്തകവും വെളിപാട് പുസ്തകവുമാണ്. ഈ പുസ്തകങ്ങൾ വിസ്തരിച്ചെഴുതിയിട്ടുണ്ടെങ്കിലും അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക എളുപ്പമല്ല. ഈ പുസ്തകങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള താക്കോൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായി അവസാന കാലത്ത് എന്ത് സംഭവിക്കുമെന്നാണ് ഈ 2 പുസ്തകങ്ങളിലും വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തന്നെയും ഈ പുസ്തകങ്ങളിലെ ചില ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിവിധ സംഭവങ്ങൾ അടച്ച് മുദ്ര വച്ചിട്ടുള്ളതാകുന്നു. ദാനിയേൽ 12:4. ദൈവം ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. ദാനിയേൽ 12:9. അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോവുക. ഈ വചനം അവസാന ദിവസം വരേക്കും അടച്ച് മുദ്ര വച്ചതാണ്. വെളിപാട് 10:4-11. കേട്ട കാര്യങ്ങൾ മുദ്രിതമായിരിക്കട്ടെ എന്നും ചുരുൾ യോഹന്നാനോട് നിർദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം ദാനിയേൽ 10:21 കാണുന്നു. സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം. ഈ ദൈവത്തിൻ്റെ വാഗ്ദാനമായ സത്യത്തിൻ്റെ പുസ്തകം ദ ബുക്ക് ഓഫ് ട്രൂത്ത് ആണ്. നവംബർ 8, 2010 മുതൽ മെയ് 6, 2015 വരെ പരിശുദ്ധ ത്രിത്വവും പരിശുദ്ധ അമ്മയും ഐറിഷ്കാരിയായ മരിയ ഡിവൈൻ മേഴ്സി എന്ന് വിളിപ്പേരുള്ള ഒരു സ്ത്രീ മുഖേന 1330 സന്ദേശങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത്. മനുഷ്യചരിത്രത്തിലാദ്യമായി സാത്താൻ ഇത്രയും വഞ്ചന നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുന്നത് അവസാന നാളായ ഇക്കാലയളവിലാണെന്ന് ഈ സത്യത്തിൻ്റെ പുസ്തകം കൂടാതെ നമ്മൾക്കൊരിക്കലും മനസ്സിലാവുകയില്ല. ഇത് ബൈബിളിൻ്റെ അവസാന പുസ്തകമാണെങ്കിലും ദൈവം അവസാന നാൾ വരെ ബൈബിളിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമുള്ളവർക്ക് ഇത് ബൈബിളിൽ കൂട്ടിച്ചേർത്ത അവസാന പുസ്തകമായി അനുഭവപ്പെടുന്നതാണ്. ഈ പുസ്തകം കൂടാതെ ദാനിയേലിൻ്റെ പുസ്തകവും വെളിപാട് പുസ്തകവും ആർക്കും മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഈ പുസ്തകമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യചരിത്രം ഈ അവസാന നാളുകളിലെ അന്ധകാരത്തിൽ പതിക്കുമായിരുന്നു. ഇവിടെ അന്ത്യക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ മാത്രം വിവർത്തനം ചെയ്ത് നിങ്ങളുടെ പഠനത്തിനായി സമർപ്പിക്കുന്നു.